വറ്റിച്ചതും വൈദ്യം കഴിപ്പിച്ചതും പാലെന്ന് പറഞ്ഞ മാതിരി ഇന്നലെ ജബ്രി ജയിലിൽ സപ്പോസ് സീസൺ 6 ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഐ വിൽ പ്ലേ ഡിഫറെൻ്റ്ലി ഫോർ ഷുവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോട്ട് കുറവ് എന്തോ സമയത്താണ് നമ്മുടെ ഗബ്രി വന്നിട്ട് ഡയറക്റ്റ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് ജയിലിലോട്ട്. ജാസ്മിൻ ഒരു നോട്ടോ ആ സമയത്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവർ കണ്ടസ്റ്റൻസിനെ മണ്ടത്തരായിട്ടേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവർ രണ്ടുപേരെയും ജയിലിലോട്ട് വിടരുതായിരുന്നു. അവർക്കത് ജയിലാണെങ്കിൽ അവർക്കത് സന്തോഷമാണ്. നമ്മുടെ ഋഷി ചോദിച്ച മാതിരി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ ജയിലിലോട്ട് കയറിപ്പോയത്. ഇതിൽ രണ്ടു പേരിലും ആരാണ് കൂടുതൽ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അയാളെ പറയണമായിരുന്നു. പക്ഷേ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജയിലിലോട്ട് പോയി. ആൻഡ് ഗബ്രിയുടെ ടോക്സ് ഇസ് ലിറ്ററലി ഓക്വേർഡ്. ഇവൻ പർപ്പസ്ഫുള്ളി പറയുന്നതാണോ, അത് ഫണ്ണി രീതിയിൽ പറയുന്നതാണോ, അത് പുറത്ത് നെഗറ്റീവായിട്ട് പോയിട്ട് ജാസ്മിന് എത്രത്തോളം നെഗറ്റീവ്നെസ് കൂടും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ഗബ്രിയെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും, അന്ത ഫാൻസ് ഒരുപാട് ഉണ്ടാവുമായിരിക്കും. ഗബ്രി പറയുന്നൊരു ഡയലോഗുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു എന്ന്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ അവൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ്റെ ആറ്റിറ്റ്യൂഡ്. അതിന് ജാസ്മിൻ റിയാക്ട് ചെയ്യുകയും ചെയ്തില്ല. ജാസ്മിനും ഗബ്രിക്കും മേലത്തെ ലൈറ്റായിരുന്നു വിഷയം. അത് കഴിഞ്ഞ് പിച്ചുക, നുള്ളുക, മാന്തുക, മുഖത്ത് നോക്കി സംസാരിക്കാൻ പറയുക, എല്ലാം കൂടി ഒരുമാതിരി ജാസ്മിനും ഗബ്രിയും പറയുന്ന ടോക്സ് അത് ഫ്രണ്ട്ഷിപ്പ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ട് ഒരുമാതിരി കുന്തളിപ്പ് കാണിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തത്. അത് പുറത്തേക്ക് എത്ര ഓക്വേർഡായിട്ട് റിയാക്ട് ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഇപ്പം പപ്പ വിളിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ആ കൊച്ചു ഒരു പോയിൻ്റ് പോലും മാറിയിട്ടില്ല. ആ കൊച്ചു ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കാണിക്കുന്ന മുഖം വേഷം കെട്ടാണ്. ഗബ്രി ആണെങ്കിൽ പോലും ഒരു ഇത് ഇപ്പം സീസൺ കാണാതെ നല്ലല്ലോ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കയറിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ലിറ്ററലി എന്താണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് മറന്നു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. കൂടുതൽ TRP കൂട്ടാനാണോ അതിന് വേണ്ടിയിട്ടാണോ? ബിഗ് ബോസ് ആണെങ്കിൽ വേറെ എങ്ങോട്ടും പിന്നെ ക്യാമറ മാറ്റിയിട്ടില്ല. ഇവരുടെ അടുത്തേക്ക് മാത്രമേ ക്യാമറ വച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ജാസ്മിൻ പറയുന്നു ജാസ്മിൻ്റെ കൈയും കാലും എല്ലാം മുറിഞ്ഞ് ഫുള്ള് പാടാണെന്ന്. ഇവരെന്താ പേപ്പട്ടിയാണോ? ഗബ്രി അവിടെ എവിടെയും പിടിച്ച് കടിക്കാനും നുള്ളാനും മോന്തയെ പിടിച്ച് മാന്താനും. അവന് പിങ്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ജാസ്മിൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ജാൻമണി കുറേ പ്രാവശ്യം വിളിച്ചിട്ട് ജാൻമണി വന്നില്ല. റസ്മിൻ ബായി ആണെങ്കിൽ ജസ്റ്റ് വന്നിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ പുള്ളി പറയുന്ന ഡയലോഗുണ്ട്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാന്നുള്ളത്. ജാസ്മിൻ്റെ പാരൻസ് അവിടെ പോയി, അവിടെ എല്ലാവരും ജാസ്മിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ ജാസ്മിൻ തിരഞ്ഞെടുത്തേക്കിന് ഗബ്രിയാണ് വിശ്വാസം എന്നാണ് പറഞ്ഞത്. പക്ഷേ നൈറ്റ് പ്ലേ ആണ് ഗബ്രി ഇന്നലെ കാണിച്ചത്. ജാസ്മിൻ കൂടെ വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റിലാണ് നോമിനേറ്റ് ചെയ്തത്. എന്നിട്ട് ലൈക്ക് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ റാസ്കൽ എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അപ്സര ധൈര്യമായിട്ട് കുറേ പേർക്ക് ചെയ്തില്ല. പക്ഷേ ജാൻമണി അടക്കം പറഞ്ഞു ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ ഇല്ല, ആ ഒരു കോംബോ വന്നു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അവരെ ഒരുമിച്ച് ജയിലിലോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷേ ജിൻഡോ നൈസ് പ്ലേ ആയിരുന്നു. ജിൻഡോ പുറത്ത് പോയി കിടന്നു. ജിൻഡോയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു. സംശയം ഇൻ ദ സെൻസ് ലൈക്ക് എന്തോ ജിൻഡോ ഇന്നലെ പുറത്താണ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ആൾ സുഖമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഗബ്രിയുടെ ജയിലിലുണ്ടായിരുന്ന കുറച്ച് ടോക്സ്, ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുക, പിച്ചിന്നുള്ളിയിരിക്കുക, മുഖത്തോട്ട് നോക്കാൻ പറയുക, നോക്കിക്കൊണ്ടിരിക്കുക, എന്ത് തേങ്ങയൊക്കെയാണോ ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലൈക്ക് നോമിനേറ്റ് ചെയ്യുമ്പം വൈസ്ലി നോമിനേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സ്പ്ലിറ്റായാൽ തന്നെ നല്ല രീതിയിൽ കളി പോകും. അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി വൈൽഡ് കാർഡ് കയറിയിട്ട് ഇവരുടെ ഉള്ളിലോട്ട് കയറിയിട്ട് ശരിക്കും ഒന്ന് തുരത്തണം. അതാണ് വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് പെട്ടെന്ന് നോക്കൂടായിട്ട് തോന്നിയത് ജയിലിൽ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് സൗകര്യമായിരുന്നു എന്ന്. വൃത്തികെട്ടവൻ.